വീടുകളും നിർമ്മിച്ചിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ സ്വർഗത്തിൽ വീട് നിർമ്മിക്കാനുള്ള വഴികളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന്. എന്നാൽ സ്വർഗത്തിൽ അല്ലാഹു തആല വീട് നിർമ്മിച്ചതെങ്ങനെയാ? സ്വർഗത്തിലുള്ള കൊട്ടാരം നിർമ്മിച്ചതെങ്ങനെയാണ്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ വന്നിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് ഹദ്ദിസ്നാ അനിൽ ജന്ന, നബിയെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന്, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോ റസൂലുള്ള പറയുകയാണ്, മാ ബിനാഉഹാ, ആ സ്വർഗത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ എങ്ങനെയാണെന്നറിയോ? എന്ത് കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗത്തെ കെട്ടിടങ്ങളെ നിർമ്മിച്ചതെന്നറിയോ? ലബീനതു ദഹബി വലബീനതു ഫില്ല, ലബീനതു ദഹബി വലബീനതു ഫില്ല. സ്വർഗത്തിലുള്ള വീടുകൾ എങ്ങനെയാ നിർമ്മിച്ചതെന്നറിയോ? ഒരു കല്ല് സ്വർണമാണെങ്കിൽ മറ്റൊരു കല്ല് വെള്ളിയാ, പിന്നീട് വരുന്ന കല്ല് സ്വർണമാ, പിന്നത്തേത് വെള്ളിയാ, പിന്നത്തേത് സ്വർണമാ. ഒരു കല്ല് സ്വർണം, മറ്റൊരു കല്ല് വെള്ളിയാ. അങ്ങനെയാണ് സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ചിന്തിച്ചോക്കെ, ഒരു കല്ല് സ്വർണം, പിന്നത്തെ വെള്ളി, പിന്നെ സ്വർണം, പിന്നെ വെള്ളി, പിന്നെ സ്വർണം, പിന്നെ വെള്ളി. ഇങ്ങനെ ആ സ്വർഗത്തിലുള്ള വീടുകളും കൊട്ടാരങ്ങളും ഭവനങ്ങളും നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ള പറയാൻ, ആ സ്വർഗത്തിലെ ആ സ്വർണവും വെള്ളിയുമാകുന്ന ഇഷ്ടികകളോ അവകളെ ഉറപ്പിച്ചു നിർത്താനുള്ള സിമന്റ് എന്താണെന്നറിയോ? അത് കസ്തൂരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, കസ്തൂരിക്കൊരു പ്രത്യേകതയുണ്ടോ? അതൊരു വല്ലാത്ത സുഗന്ധമാ. ഇനിയോ സ്വർഗത്തിലെ ചരൽ കല്ലുകളുണ്ട്. നമ്മൾ ദുനിയാവിലുണ്ടല്ലോ ചരൽ കല്ലുകൾ ഭൂമിയുടെ മുകളിലോ, ഇതുപോലെയുള്ള ചരൽ കല്ലുകൾ നാളെ സ്വർഗത്തിലുണ്ടത്രേ. പക്ഷെ സ്വർഗത്തിലുള്ള ചരൽ കല്ലുകൾ ഏതാണ്? മുത്തും മാണിക്യവുമാണ് സ്വർഗത്തിലെ ചരൽ കല്ലുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നാളെ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അതിലൂടെ നടന്നങ്ങ് നീങ്ങുമ്പോ നമ്മൾ എവിടെയാ ചവിട്ടുന്നതെന്നറിയോ? ആ സ്വർഗത്തിലുള്ള മുത്തും മാണിക്യത്തിന്റെയും മുകളിൽ ചവിട്ടിയിട്ടാ നമ്മൾ നടക്കുക. അല്ലാ അല്ലാ, സ്വർഗത്തിലെ മാണിക്യങ്ങളെ ചവിട്ടിയിട്ട് നടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഇനിയോ സ്വർഗത്തിലും മണ്ണുണ്ട്, ദുനിയാവിലും മണ്ണുണ്ടല്ലോ, അതുപോലെ സ്വർഗത്തിലും മണ്ണുണ്ട്. സ്വർഗത്തിലുള്ള മണ്ണെന്താണെന്നറിയോ? അത് സഅഫറാനാണ്, അഥവാ കുങ്കുമമാ. കുങ്കുമം ഏതായി കുങ്കുമം? ഗൾഫിലുള്ള ഭർത്താവ് നാട്ടിലുള്ള ഭാര്യ ഗർഭിണിയായ സമയത്ത്, എപ്പോ ഇവൻ പോയതിനു ശേഷമല്ല, പോകുന്നതിന് മുമ്പ് ഗർഭിണിയായ സമയത്ത് ഭർത്താവ് ചിലപ്പോ കൊടുത്താക്കും കുങ്കുമം. എന്തിനാ? ഗർഭിണി പാലിൽ കലക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് നല്ല മൊഞ്ചുണ്ടാവും അത്ര. ആയിക്കോട്ടെ, എന്നാ അതിനേക്കാൾ ഒറിജിനൽ കുങ്കുമമാണ് സ്വർഗത്തിലെ മണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. ആ സ്വർഗമാണ് നമുക്ക് സമ്പാദിക്കാനുള്ളത്. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച സ്വർഗ വീടുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ആ സ്വർഗത്തിലേക്ക് പോകാൻ സ്വർഗത്തിന് ചില വാതിലുകളുണ്ട്. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്, നരകത്തിന് 7 വാതിലുകളുമുണ്ട്. സ്വർഗത്തിന് 8, നരകത്തിന് 7. ഞാൻ ഈ സദസ്സിനോട് ചോദിക്കാം, ആള് കൂടുതൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ? മനസ്സിലാവുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആള് കൂടുന്നത് സ്വർഗത്തിലാണോ നരകത്തിലാണോ? നരകത്തിൽ. അപ്പൊ പിന്നെ വാതിൽ കൂടേണ്ടത് സ്വർഗത്തിനാണോ നരകത്തിനാണോ? ആള് കൂടുതൽ പോകാനുള്ളിടത്തിലെ വാതിൽ കൂടേണ്ടത്. എന്നാൽ സത്യത്തിൽ ഇവിടെ വാതിൽ കൂടിയിട്ടുള്ളത് സ്വർഗത്തിനാണ്. എന്നാൽ സ്വർഗത്തിൽ എത്ര ആളാ പോവാ? കേട്ടോ, 1001 ആളിൽ 1000 ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ
ഒരാൾ മാത്രമേ സ്വർഗത്തിലേക്ക് പോകൂന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ ഖദീജ ചിന്തിക്കുന്നുണ്ടാവും, പഠിച്ചോനെ ഈ ബല്ലാക്കടപ്പുറത്ത് 1000 ആളുകൾ നരകത്തിൽ പോകുമ്പോ ഒരാളെ സ്വർഗത്തിൽ പോകും. ബല്ലാക്കടപ്പുറത്തിന്റെ അവസ്ഥയല്ല. ദുനിയാവ് ഉണ്ടായ അന്ന് മുതൽ അവസാനിക്കുന്ന അന്ന് വരെ ആരൊക്കെ മനുഷ്യനായി പിറന്നു വീണോ, മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും, മതമുള്ളവനും മതമില്ലാത്തവനും, ഇങ്ങനെയൊക്കെ എല്ലാം കൂട്ടിയിട്ട് അതിൽ ഒരു ആവറേജ്, ഒരു ശരാശരി പറയാൻ, അഥവാ 1000 ആളുകൾ നരകത്തിൽ പോകുമ്പോ ഒരാളെ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. അപ്പം സ്വർഗത്തിന്റെ 1000 ഇരട്ടി ആളുകളാണ് നരകത്തിലുള്ളത്. പക്ഷെ നരകത്തിന്റെ വാതിലിന്റെ എണ്ണം 7 മാത്രമാണ്. സ്വർഗത്തിന്റെ വാതിലിന്റെ എണ്ണം 8 എണ്ണമാണ്. എന്തേ കാരണം? നരകത്തിൽ പോന്ന ആളല്ലേ, അവരങ്ങനെയെല്ലാം പോയാൽ മതി, തിക്കും തിരക്കും പോയാൽ മതി. സ്വർഗത്തിൽ പോന്ന ആളോ അവര് സന്തോഷത്തോടെ വിശാലമായിട്ട് പോകണം. അതിനുകൊണ്ട് 8 വാതിലുകൾ അല്ലാഹു സ്വർഗത്തിന് നൽകിയത്. മാത്രമല്ല സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ വീതി എത്രയാണെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാണ്, 3 വർഷം തുടരെ നടന്നാൽ പോലും സ്വർഗത്തിന്റെ വാതില് വിട്ട് കടക്കാൻ കഴിയൂലാന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. 3 വർഷം ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ എവിടം വരെ എത്തുമോ അത്രയും വീതിയാണ് സ്വർഗത്തിന്റെ വാതിലുള്ളതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇതെല്ലാം കേൾക്കുമ്പോ നമുക്ക് ദ്വാരക്കാൻ തോന്നുന്നില്ലേ? അതിലേക്ക് നീ ഒരു പാസ് താമന്നാനേ, അത് നിന്റെ